ഓപ്പറേഷനുള്ള ഇത് മാക്സിമം പൈസ റെഡിയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാരിപ്പള്ളി കുളമട എന്ന് പറയുന്ന സ്ഥലത്ത് അനുരാഗ് എന്ന് പറയുന്ന യുവാവിന്റെ വീട്ടിലാണ്. ആ യുവാവിന്റെ അവസ്ഥ അതിദയനീയമാണ്. അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ ഒരു ബൈക്ക് അപകടത്തിൽ തുടർന്ന് അദ്ദേഹത്തിന്റെ കയ്യിലേക്കുള്ള ഞരമ്പുകൾ പൂർണ്ണമായും തകർന്ന് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വളരെ വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വീടിന്റെ ജപ്തി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായം ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. ഇതിന്റെ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു, താൽക്കാലിക ശാന്തിക്കാരനായിരുന്നു. അവിടുത്തെ അന്നത്തെ ശാന്തി പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. പക്ഷേ ഈ കയ്യിലെ ഞരമ്പുകൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലുള്ള ആളായതുകൊണ്ട് അതിനെ ഒരു വലിയ ചികിത്സാ ചെലവ് തന്നെ ഇവിടെ വേണ്ടി വന്നു. അങ്ങനെയാണ് അവർ കോയമ്പത്തൂരിലേക്ക് പോകുന്നത്. ഇങ്ങനെ കോയമ്പത്തൂർ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ഏകദേശം 8 ലക്ഷം രൂപയോളം വേണം ചികിത്സയ്ക്കായിട്ട്. കുടുംബത്തിന് യാതൊരു നിവൃത്തിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. ധാരാളം സുമനസ്സുകളായ ആൾക്കാരുടെ സഹായങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് കണ്ടാലറിയാം, അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്ത് പൂർണ്ണമായും ഈ കൈയുടെ ഞരമ്പുകളാണ് തകർന്ന് ഈ തോളലിന്റെ ഭാഗം മുതൽ ഇങ്ങോട്ടുള്ള ഒട്ടും ചലനശേഷിയില്ല. ചെറുപ്പക്കാരൻ, 25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ നാട്ടുകാരൊക്കെ ചേർന്ന് ചെറിയ തുകകളൊക്കെ പിരിക്കുന്നുണ്ട്. വേറൊരു ബൈക്കുമായിട്ട് ഇടിച്ചതാ. അപ്പോൾ ആ ബൈക്ക് കൈയാണ് ബൈക്ക് ചിന്തിച്ചത്. അങ്ങനെ താഴെയും കൂടി ഒന്ന് ഇടിച്ചപ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്നും ബോധമില്ലായിരുന്നു. അപ്പോൾ മൊത്തം ബോധം പോയി. പിന്നെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമാണ് ഓർമ്മ. ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കാര്യം അറിഞ്ഞില്ല. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് പ്ലാസ്റ്ററൊക്കെ ഇളക്കിയപ്പോഴാണ് കൈ അനക്കൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലെല്ലാം കാണിച്ചപ്പോഴത്തേക്ക് നമ്മളെ കയ്യിലോട്ട് വരുന്ന മെയിനായിട്ടുള്ള ഞരമ്പെല്ലാം പോയി. അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാനല്ലാതെ വേറെ മാർഗ്ഗമില്ല. 8 ലക്ഷം രൂപയാണ്. 8 ലക്ഷം ഒരു ഡോക്ടർ പറഞ്ഞാൽ അത്രയാവും. ചെല്ലണം എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഓപ്പറേഷനുള്ള ഇത് മാക്സിമം പൈസ റെഡിയാക്കിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ മാർഗമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ശസ്ത്രക്രിയ അതല്ലാതെ വേറൊരു മാർഗം അദ്ദേഹത്തിന്റെ മുന്നിലില്ല.